വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഗുരുദേവ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ. ഓരോ ലക്കവും ഞങ്ങൾ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കുകയാണ് ഈ പങ്ക്തിയിലൂടെ. ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. ഗുരു സാക്ഷാത് പരംബ്രഹ്മ എന്ന തത്വം ഉദ്ഘോഷിക്കുന്ന ഗുരുചരിതം ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിൽ 2026 ഏപ്രിൽ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തുണ്ടായിട്ടുള്ള 18 പുരാണങ്ങൾക്ക് ശേഷം ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരുവിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ്റെ തൂലികയിലൂടെ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോകഗുരു എന്ന തലത്തിലും പരബ്രഹ്മ എന്ന തലത്തിലും ഗുരുവിനെ നോക്കിക്കാണുന്ന ഒരു ബ്രഹ്മാണ്ഡ വീക്ഷണമാണ് ശ്രീനാരായണ ഗുരുപുരാണം. ഇത് മഹാപുരാണമാണ്. ഇനി ഇന്നത്തെ വായനയിലേക്ക് കടക്കാം. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ അധ്യായം 3 ഭാഗം 3. ജൈനമതത്തിൻ്റെ ഉത്ഭവം. ടർട്ടൽസ് ബുൾ എന്ന പക്ഷി വിഭാഗത്തിലെ പെൺപക്ഷിയായിട്ടായിരുന്നു അക്കാലം ഞാൻ ഇന്ത്യയിൽ ജനിച്ചത്. ബ്രൗൺ കലർന്ന ചാരനിറമായിരുന്നു എൻ്റേത്. ഹിമാലയത്തിലേക്കും ഉത്തരദേശത്തേക്കും ഞാനന്ന് സഞ്ചരിക്കുമായിരുന്നു. എൻ്റെ പൂർവികർ പറഞ്ഞ കഥകളിൽ ഇന്ത്യയെ ജ്ഞാനശൃംഗമാക്കി മാറ്റിയത് വേദമതമായിരുന്നു. പ്രകൃതിയെ ദേവഭാവത്തിൽ ആരാധിച്ചിരുന്ന വേദമതം. പ്രകൃതിയുടെ ഭാഗമായിരുന്നു അക്കാലം മനുഷ്യൻ. പ്രപഞ്ചത്തിൽ നിന്ന് വേറല്ലാത്ത ഒരു സ്വത്വബോധം പുലർത്തിയ ജനതയായിരുന്നു സനാതനികൾ. അവരെ അഗ്നിയും ഇന്ദ്രനും വരുണനും സോമനും വിഷ്ണുവും ബൃഹസ്പതിയും ദേവതാസ്ഥാനത്തു നിന്ന് രക്ഷിച്ചു പോറ്റി. പശുക്കൾ, സത്പുത്രന്മാർ, ആരോഗ്യം, ധനം എന്നിവയായിരുന്നു അവർ ജീവിത സമ്പാദ്യമായി കണക്കാക്കിയിരുന്നത്. അവർ യാഗങ്ങളും യജ്ഞങ്ങളും നടത്തി പഞ്ചഭൂതങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് ജ്ഞാനം നേടിയും പകർന്നും ലളിതവും സുന്ദരവുമായ ജീവിതം നയിച്ചിരുന്നു. എന്നാൽ പിന്നീട് വൈദിക മതമെന്ന രീതിയിൽ വേദമതത്തിന് മാറ്റങ്ങൾ സംഭവിപ്പിച്ചു. അമിതമായ ദ്രവ്യമോഹവും ബാഹ്യസുഖമോഹവും ചേർന്നുണ്ടായ തമോ ഗുണാധിക്യത്തിൽ യാഗങ്ങളും യജ്ഞങ്ങളും സാത്വിക പ്രകൃതം വിട്ട് ഹിംസാത്മകമായി മാറി. ബ്രാഹ്മണർ എന്ന ജാതിയായി വൈദിക കുലം മാറി. അവർ സമൂഹത്തിൽ എല്ലാറ്റിനും മേൽക്കൈയുള്ളവരായി തീർന്നു. സ്വതവേ ജ്ഞാനികളായ ബ്രാഹ്മണർക്ക് നൽകിയിരുന്ന ആദരവും ബഹുമാനവും കുലത്തിൻ്റെ അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരവകാശമായി മാറ്റപ്പെട്ടു. കുലത്തിലെ എല്ലാവർക്കും ബ്രാഹ്മണതുല്യമായ സ്ഥാനം വന്നതോടെ അറിവുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ മാനിക്കപ്പെടേണ്ടി വന്നു. അറിവില്ലാത്തവർക്ക് ബ്രാഹ്മണകുലത്തിൻ്റെ പേരിലുള്ള ആദരവ് ലഭിച്ചു തുടങ്ങിയപ്പോൾ അവർ അതിൻ്റെ അധികാരപരിധി വർദ്ധിപ്പിക്കാനും മറ്റുള്ളവരെ അവർക്കൊപ്പം നിൽക്കാൻ യോഗ്യരല്ലാത്തവരായി പരിഗണിക്കാനും തുടങ്ങി. യാഗയജ്ഞാദി അനുഷ്ഠാനങ്ങൾ ഒരു കുലത്തിന് മാത്രം അവകാശപ്പെട്ടതായി വന്നതോടെ കൊട്ടാരങ്ങളിലും ഗൃഹസദസ്സുകളിലും ബ്രാഹ്മണർക്ക് ദൈവതുല്യമായ പദവികൾ ലഭിച്ചു. അതവരെ അഹന്താലുക്കളാക്കി മാറ്റി. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ തരംതിരിവുണ്ടായി. വർണ്ണാശ്രമധർമ്മത്തിൽ ജ്ഞാനികൾക്ക് ബ്രാഹ്മണ്യവും കൈക്കരുത്തും ഭരണമികവുമുള്ളവർക്ക് ക്ഷത്രിയത്വവും വ്യവഹാരികൾക്ക് വൈശ്യവും സേവകർക്ക് ശൂദ്രത്വവും കൽപ്പിക്കപ്പെട്ടു. എന്നാൽ അത് വാസനപ്രകാരം എന്ന രീതിയിൽ നിന്ന് കുലം എന്ന രീതിയിലേക്ക് വളരെ പെട്ടെന്ന് വഴിമാറി. അങ്ങനെ വന്നപ്പോൾ ബ്രാഹ്മണന് ജനിച്ചവരെല്ലാം ബ്രാഹ്മണനും ക്ഷത്രിയന് ജനിച്ചവരെല്ലാം ക്ഷത്രിയരും വൈശ്യന് ജനിച്ചവരെല്ലാം വൈശ്യരും ശൂദ്രന് ജനിച്ചാൽ സേവകരുമായി മാറി. സൃഷ്ടിയുടെ വൈവിധ്യത്തെ അംഗീകരിക്കാത്ത ഈ വിഭജനമാണ് സനാതനധർമ്മത്തെ ദുരാചാരങ്ങളുടെ വിളനിലമാക്കി മാറ്റിയത്.
ജ്ഞാനികളെ ബ്രാഹ്മണരായും ഭരണനൈപുണ്യമുള്ളവരെ ക്ഷത്രിയരായും കച്ചവടവാസനക്കാരെ വൈശ്യരായും പാദസേവന തൽപരരെ ശൂദ്രരായും കണക്കാക്കാനാണ് വർണ്ണവ്യവസ്ഥ കൊണ്ടുവന്നതെങ്കിലും അത് പ്രായോഗിക തലത്തിൽ ജാതികളായി മാറിക്കൊണ്ട് സാമൂഹ്യ വ്യവസ്ഥിതിയിലെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് ചെയ്തത്. ബ്രാഹ്മണ മേധാവിത്വത്തെ ക്ഷത്രിയൻ അംഗീകരിച്ചതോടെ ഭരണം പോലും ബ്രാഹ്മണർ നിയന്ത്രിച്ചു തുടങ്ങി. അതോടെ സമ്പത്തുള്ള വൈശ്യന്മാർ മറ്റു മതങ്ങളെ സ്വീകരിച്ചു തുടങ്ങി. വേദമതം വളരെ ചെലവേറിയ ഒരു മതമായി മാറി. ബ്രാഹ്മണർ മറ്റെല്ലാ വിഭാഗക്കാരോടും ഐത്തം പാലിച്ചു. അതിനു താഴേക്ക് കൽപ്പിക്കപ്പെട്ടവർ അവർക്ക് താഴെയുള്ളവരോട് ഐത്തം പാലിച്ചു. ഈ ദുരവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ ഒരു വഴിയെന്ന നിലയിലാണ് ജൈനമതത്തിൻ്റെ പിറവിയുണ്ടാകുന്നത്. ഋഷഭദേവൻ 24 തീർത്ഥങ്കരന്മാരിലൂടെയാണ് ജൈനമതം വളർന്നതും വികാസം പ്രാപിച്ചതും. അയോധ്യയിൽ ജനിച്ച ഋഷഭദേവനാണ് ഒന്നാമത്തെ തീർത്ഥങ്കരൻ. ആദിനാഥ് എന്നും ഋഷഭദേവൻ അറിയപ്പെടുന്നു. ഏഴാമത്തെ കുൽക്കർ രാജാവായ നാഭിരാജിൻ്റെയും മരുദേവിയുടെയും മകനായിരുന്നു ഋഷഭദേവൻ. സ്വയംഭുവ മനുവിൻ്റെ 5ാം തലമുറയിൽപ്പെട്ടയാളാണ് ഋഷഭദേവൻ. സ്വയംഭുവ മനു, പ്രിയവ്രതൻ, അഗ്നിന്ദ്രൻ, നാഭിരാജൻ എന്നിവരാണ് 3-ലെ 4 തലമുറക്കാർ. ഋഷഭദേവന് 100 ആൺമക്കളുണ്ടായി. ആദ്യത്തെ ചക്രവർത്തിയായ ഭരതൻ അദ്ദേഹത്തിൻ്റെ പുത്രനാണ്. ഭരതനിൽ നിന്നാണ് ഭാരതം എന്ന പേര് ഇന്ത്യക്ക് ലഭിച്ചത്. 100 പുത്രന്മാർ അടങ്ങിയ വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നു ഋഷഭൻ. തൻ്റെ രാജകീയ സുഖങ്ങൾ ഉപേക്ഷിച്ച് ഒരു ചൈത്രകൃഷ്ണ പക്ഷത്തിലെ അഷ്ടമി നാളിൽ സന്യാസദീക്ഷ സ്വീകരിച്ചു. പിന്നെ തപസ്സിനായി കൊട്ടാരം വിട്ടു. ഫാൽഗുനപക്ഷത്തിലെ അഷ്ടമി നാളിൽ സത്യസാക്ഷാത്കൃതനായി സർവജ്ഞനായി തീർന്നു അദ്ദേഹം. കൈലാസത്തിലെ അഷ്ടപദ പർവ്വതത്തിൽ വെച്ചാണ് അദ്ദേഹം സമാധിയായത്. പിന്നീട് ഋഷഭദേവൻ്റെ പിൻഗാമികളായി അതേ മാർഗത്തിൽ ചരിച്ച 22 തീർത്ഥങ്കരന്മാർ കൂടി വന്നു. അതിനുശേഷം വന്ന 23ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥനും 24ാമത്തെ തീർത്ഥങ്കരനായ മഹാവീരനുമാണ് ഇവരിൽ വളരെയധികം പ്രശസ്തരായതും എണ്ണപ്പെട്ട സംഭാവനകൾ ജൈനമതത്തിന് നൽകിയതും. പാർശ്വനാഥൻ. കാശിയിലാണ് പാർശ്വനാഥൻ ജനിച്ചത്. വാരാണസിയിലെ രാജാവായിരുന്ന അശ്വസേനൻ്റെയും വാമയുടെയും പുത്രനാണ് അദ്ദേഹം. 30ാമത്തെ വയസ്സിൽ പാർശ്വനാഥൻ കൊട്ടാരം വിട്ടു സന്യാസം സ്വീകരിച്ചു. നീണ്ട 84 ദിവസങ്ങൾ കഠിന തപസ്സിലമർന്നു. അങ്ങനെ ബോധോദയമുണ്ടായി. പാർശ്വനാഥൻ തപസ്സു ചെയ്ത പർവ്വതം പാർശ്വനാഥ പർവ്വതം എന്നറിയപ്പെടുന്നു. ദ്രവ്യം അനശ്വരമാണ് എന്നാണ് പാർശ്വനാഥൻ വിശ്വസിച്ചിരുന്നത്. സർവം മായ എന്ന വേദമതത്തെ എതിർക്കാനാവും അങ്ങനെ ചിന്തിച്ചതെന്ന് കരുതുന്നു. ധാരാളം അനുയായികൾ പാർശ്വനാഥനുണ്ടായിരുന്നു. 100 വയസ്സുവരെ പാർശ്വനാഥൻ ജീവിച്ചു. ഒടുവിൽ ബീഹാറിലുള്ള സമേത പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ വച്ചാണ് നിർവ്വാണം പ്രാപിച്ചത്. മഹാവീരൻ. അവസാനത്തെ തീർത്ഥങ്കരനായ മഹാവീരനാണ് ജൈനമതത്തെ മതമായി സ്ഥാപിച്ചത്. ജൈനൻ എന്നാണ് മഹാവീരൻ അറിയപ്പെട്ടത്. ജൈനൻ എന്നാൽ ജയിച്ചവൻ എന്ന അർത്ഥം. എല്ലാത്തരം ഇന്ദ്രിയ വികാരങ്ങളെയും വിചാരങ്ങളെയും ജയിച്ചവനാണ് ജൈനൻ. വടക്കേ ബീഹാറിലെ വൈശാലി എന്ന ഗ്രാമത്തിന് അടുത്തുള്ള കുന്ദ ഗ്രാമത്തിലാണ് മഹാവീരൻ്റെ ജനനം. വിദേഹ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു വൈശാലി. ജ്ഞാത്രികർ എന്ന ക്ഷത്രിയ ഗോത്രത്തിൻ്റെ തലവനായിരുന്ന സിദ്ധാർത്ഥനാണ് മഹാവീരൻ്റെ പിതാവ്. അമ്മ ലിച്ഛാവി രാജകുമാരിയായിരുന്ന ത്രിശാലയും. മഹാവീരൻ വിവാഹം ചെയ്തത് യശോദ എന്ന രാജകുമാരിയെ ആയിരുന്നു. ഇവർക്ക് പ്രിയദർശിനി എന്ന പുത്രിയുണ്ടായി. പാർശ്വനാഥനെ പോലെ 30ാം വയസ്സിലാണ് വിരക്തി സംഭവിച്ച് ലൗകിക ജീവിതം വിട്ടിറങ്ങിയത്. സന്യാസിയായ ശേഷം വസ്ത്രങ്ങളും ഉപേക്ഷിച്ച് ദൃംഭിക ഗ്രാമത്തിലെ ഋജുപാലിക നദിയുടെ തീരത്ത് ഒരു സാലവൃക്ഷച്ചുവട്ടിൽ 12 വർഷം വ്രതാനുഷ്ഠാനങ്ങളും തപസ്സും തുടർന്നു. 42ാം വയസ്സിൽ കൈവല്യം സിദ്ധിച്ചു. ഇതോടെ മഹാവീരൻ അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അനുയായികൾ നിർഗ്രന്ഥർ അഥവാ വിലങ്ങുകളില്ലാത്തവർ എന്നു വിളിക്കപ്പെട്ടു. അവരാണ് ജൈനന്മാരായത്. ജൈനമതത്തിൻ്റെ മതതത്വങ്ങൾ ഉപദേശിച്ചത് മഹാവീരനാണ്.
30 വർഷക്കാലം വിവിധ ദേശങ്ങളിൽ ജൈന തത്വങ്ങൾ ഉപദേശിച്ച് മഹാവീരൻ സഞ്ചരിച്ചു. കോസലം, വിദേഹ, മിഥില, ചമ്പ, മഗധ എന്നിവിടങ്ങളിൽ ജൈനമതം പ്രാബല്യത്തിലായി. മഗധ രാജാക്കന്മാരായിരുന്ന ബിംബിസാരനും അജാതശത്രുവുമൊക്കെ മഹാവീരൻ്റെ ആരാധകരായി തീർന്നു. 72-ാം വയസ്സിലാണ് പാറ്റ്നയിലെ പാവുപുരി രാജഗൃഹത്തിനടുത്ത് അദ്ദേഹം നിർവ്വാണം പ്രാപിക്കുന്നത്. ജൈനമതത്തിൻ്റെ ഋഷഭദേവൻ മുതൽക്കുള്ള ചരിതം നോക്കിയാൽ രാജാക്കന്മാരാണ് എല്ലാം വിട്ടെറിഞ്ഞ് ഇതിൻ്റെ തീർത്ഥങ്കരന്മാരായി മാറിയത് എന്ന് കാണാം. രാജാക്കന്മാർ എല്ലാം വിട്ടെറിഞ്ഞാലും അവർ രാജാവായിരുന്നു എന്ന ഒരു മുൻതൂക്കം എക്കാലവും ഉണ്ടാകും. അതിനാൽ ജൈനമതത്തിൻ്റെ തത്വങ്ങളെക്കാൾ തീർത്ഥങ്കരന്മാരുടെ ഉന്നതകുലവും അധികാരഭൂതകാലവും ആ മതപ്രചരണത്തിന് ആക്കം കൂട്ടുകയുണ്ടായി. ശ്രീബുദ്ധനും ഈ ആനുകൂല്യം കർമ്മരംഗത്ത് ലഭിച്ചിരുന്നു എന്നതാണ് സത്യം. കഥ നിർത്തിയിട്ട് ശുഗബാലിക പറഞ്ഞു, ആത്മസാധക, ഇക്കഥകൾ ഞാൻ ചുരുക്കിയാണ് പറഞ്ഞത്. ഇനി ജൈനമതത്തിൻ്റെ തത്വങ്ങൾ എന്തെന്നുകൂടി പറഞ്ഞു തരാം. എല്ലാ മതങ്ങളുടെയും സാരം ഏകമാണെന്ന ഗുരുവിൻ്റെ സത്യദർശനം ഈ തത്വങ്ങളിൽ പ്രതിഫലിക്കുന്നത് നേരിൽ കണ്ട് അറിഞ്ഞുകൊള്ളുക. വായന ഇവിടെ പൂർണ്ണമാവുകയാണ്. 4-ാം ഭാഗം അടുത്ത ബുധനാഴ്ച കേൾക്കാം. ഗുരുസാഗരം മാസിക വായിക്കാനും വരിക്കാരാകാനും ആഗ്രഹമുള്ളവർ 6282319294 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ 8078188858. 600 രൂപ അടച്ചാൽ മാസിക 1 വർഷത്തേക്ക് തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പി ലഭിക്കും. കൂടാതെ മാസിക ഇപ്പോൾ ഓൺലൈനായിട്ടും വായിക്കാവുന്നതാണ്. 1 വർഷത്തേക്ക് 400 രൂപ അടച്ചാൽ 12 മാസം വായിക്കാവുന്നതാണ്. മാസികയുടെ ഓഡിയോ എഡിഷനും ഇപ്പോൾ ലഭ്യമാണ്. www.guruSagaram.com എന്ന വെബ്സൈറ്റിൽ മാസിക വായന ആസ്വദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.